അർജുന്റെ കുടുംബത്തോട് നീതി പുലർത്താനായതിൽ സംതൃപ്തിയുണ്ടെന്ന് ലോറി ഉടമ മനാഫ്. ആദ്യവും അവസാനവും താൻ നിലകൊണ്ടത് അർജുന്റെ കുടുംബത്തിനു വേണ്ടി. അപവാദ പ്രചാരണങ്ങൾ വേദനയുണ്ടാക്കിയെന്നും മനാഫ് ജനം ടിവിയോട് പറഞ്ഞു. ഈ അർജുനും ലോറിയും കാണാതായത് മുതൽ 73 ദിവസത്തോളം കാലം ഗംഗാവലി പുഴയിലും അർജുൻ്റെ കുടുംബത്തോടും ഒക്കെ ചേർന്ന് നിന്ന് ഒടുവിൽ ലോറി അർജുനും ലോറിയും പുഴക്കരയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന മനാഫ്, ലോറിയുടെ കൂടിയായ മനാഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ലോറി കരക്കെത്തിച്ചു, കുടുംബത്തോട് പറഞ്ഞതുപോലെ തന്നെ വാക്കൊക്കെ പാലിക്കാൻ പറ്റി. എന്താ ഇപ്പോൾ ഒരു തോന്നുന്നത്? തീർച്ചയായിട്ടും അവസാന അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. ആ കാര്യത്തിൽ ആശ്വാസമുണ്ട്. പൂർണ്ണമായും ശരീരത്തോട് കൂടിയിട്ട് തന്നെ അവനെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ വലിയ സമാധാനമുണ്ട്. ഏത് മതം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഏത് മതക്കാർക്കും അന്ത്യകർമ്മം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ചടങ്ങുണ്ട്. ആ ചടങ്ങ് സകല ബഹുമതിയോട് കൂടിയിട്ട് അവനെ ആ ചടങ്ങ് നടത്തേണ്ടതുണ്ട്. ഞാൻ ആ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസം വെക്കുന്ന ആളാണ്. അതിന് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊടുത്തിടാൻ കഴിഞ്ഞ് അവൻ്റെ ഒരു എന്താ പറയുക ശരീരം ഇനി കറക്റ്റ് ബഹുമതികളോട് കൂടിയിട്ട് അടക്കം ചെയ്യുന്നത് നമുക്ക് അവനക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. അർജുനുമായിട്ട് നല്ല അടുപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും ഫാമിലി അല്ലേ. പിന്നെ ഇതൊക്കെ അതിനെക്കാട്ടും അതൊക്കെ അങ്ങനെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശോധിപ്പിക്കണം. ഇതിലേതെങ്കിലും കള്ളറുണ്ടോ, ഈ കള്ളറയിൽ ഞാൻ ഡ്രഗ്സോ മറ്റുള്ള സ്വർണ്ണ ബിസ്ക്കറ്റോ എന്താ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചത് എന്നുള്ളത് അന്വേഷിക്കണം. കാരണം തീർച്ചയായിട്ടും ഒരുപാട് ആരോപണം ഉണ്ടായിരുന്നു. വണ്ടി ഇവിടെ ഇല്ല, മനാഫ് അർജുനെ കൊന്ന് എവിടെയോ കൊണ്ടിട്ടിക്കണ്, അങ്ങനെ പല ആരോപണങ്ങളും കേൾക്കേണ്ടി വന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രേക്ഷകർക്കും, ഇന്നെ വിമർശിച്ച ആളുകൾക്കും അവർക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കണം, ഇതിലെന്തുണ്ട് എന്നുള്ളത്. ഇതിൽ ഇടയ്ക്കൊരു പ്രതിസന്ധിയൊക്കെ നേരിട്ടിരുന്നല്ലോ, അന്നേരം ഇത് അവസാനത്തിലേക്ക് എത്തൂലെന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് പല പ്രാവശ്യം ഇത് നിർത്തിക്കഴിഞ്ഞതേനു. ഓരോ പ്രാവശ്യം മാധ്യമപ്രവർത്തകരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഈ രക്ഷാദൗത്യം നിർത്തി ഓരോ പ്രാവശ്യം പോകുമ്പോഴും കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്ക് ചെയ്ത് എനിക്കറിയാം ഞാൻ വീണ്ടും ഈറ്റിങ്ങളെ കൊണ്ടുവരും. ഒരാളെ പോലും മനസമാധാനത്തോട് കൂടിയിട്ട് വെക്കൂല. കാരണം എനിക്ക് ഇവനെ കിട്ടണം. ഞാൻ വലിയ എമൗണ്ട് ടാക്സ് അടച്ച് ഈ റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നതാണ്. ഞാൻ എല്ലാ സ്റ്റേറ്റിനും ടാക്സ് കൊടുക്കുന്നുണ്ട്. എൻ്റെ അവകാശമാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എൻ്റെ അവകാശമാണ് എൻ്റെ വാഹനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരൽ. അത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഇന്ത്യൻ ഭരണഘടന തന്ന അവകാശങ്ങൾ ഞാൻ വിനിയോഗിച്ച്, അത്ര തന്നെ. ഇപ്പോൾ അർജുൻ്റെ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ആയാലും DNA പരിശോധന ആയാലും എപ്പോൾ പോകാൻ പറ്റുന്നതിനെ പറ്റി എന്തെങ്കിലും വ്യക്തത പറയുന്നുണ്ടോ? എന്തായാലും 2 ദിവസം പറഞ്ഞതല്ലേ, അത് അതിൻ്റെ ഫോർമാലിറ്റി പ്രകാരമേ പോവുള്ളൂ. നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്താ 2 ദിവസം എന്ന് പറയുന്നത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടക്കുമോ? അതിനുള്ള ശ്രമം രാവിലെ മുതൽ തുടങ്ങിക്കണ്. പിന്നെന്താ ഒരു ചൊല്ലുണ്ടല്ലോ, ആവോളം കാത്താൽ വേവോളം കാക്കുക എന്നുള്ള. എന്തായാലും ആള് പോയി. എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ എത്തിക്കണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ നിൽക്കുന്നത് മാനസികമായി അവൻ്റെ വീട്ടുകാരും പ്രയാസമായിരിക്കും. പെട്ടെന്ന് ഈ കാര്യങ്ങളും കർമ്മങ്ങളും പെട്ടെന്ന് ചെയ്ത് തീർക്കുക. ഇനിയെങ്കിലും ഇതിൻ്റെ പേരിൽ മതങ്ങൾ ചേരിത്തിരിഞ്ഞ് കലഹിക്കരുത്. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മനുഷ്യത്വത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ നോക്കുക. മതത്തിൻ്റെ കണ്ണിലൂടെ ദയവ് ചെയ്ത് ആരും കാണരുത് ഈ വിഷയങ്ങളെ. അത്രേ പറയാനുള്ളൂ. വിഷമത്തോടു കൂടിയിട്ടാണെങ്കിലും അർജുൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ള വാക്ക് പാലിച്ചതിലുള്ള സംതൃപ്തിയിലാണ് മനാഫ് ഉള്ളത്.
ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ നേരിട്ടിട്ടുള്ള ഈ 73 ദിവസത്തിനിടയിൽ നേരിട്ടിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ മനാഫ് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അർജുന് വേണ്ടിയിട്ടായിരുന്നു, അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യാവസാനം താൻ നിലകൊണ്ടത് എന്നും തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും അദ്ദേഹം പറയുന്നു. അതിനായി എന്ത് രീതിയിലുള്ള പരിശോധനകളും ഈ വാഹനം കേന്ദ്രീകരിച്ചു നടത്താം, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ എപ്പോഴും നിലകൊണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ സുബിത്തിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, ജനം.